ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ്. അപ്പൊ 4 ലെഗ് പീസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. അപ്പൊ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചിക്കൻ ഫ്രൈ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഗായ്സ്, നമുക്ക് ഇത് എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യാം അത് കാണാനായിട്ട് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഗായ്സ്, നമ്മളിത് മസാല നല്ല പെരട്ടി എടുക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് വരയുന്നത്. അപ്പൊ ഇങ്ങനെ ചിക്കൻ നല്ല രീതിയിൽ നമ്മളിങ്ങനെ വരഞ്ഞെടുക്കണം, 4 പീസും. നമുക്കിത് പെരട്ടാനുള്ള മസാലക്കൂട്ട് ആഡ് ചെയ്യാം. അപ്പം ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യണം. എന്നിട്ട് കാശ്മീരി മുളക് പൊടി നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് മഞ്ഞപ്പൊടി നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് കുരുമുളക് പൊടി നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് മസാലപ്പൊടി നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് ഇത് നമ്മൾ പെരട്ടാനാണ്. എന്നിട്ട് നമ്മൾ ഇത് കരിവേപ്പില നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മളിത് പെരട്ടാൻ കണക്കിന് നമ്മളിതൊന്ന് പേസ്റ്റ് ആക്കേണ്ടതാണ്. എന്നിട്ട് നമ്മൾ അതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന്. എന്നിട്ട് നമ്മൾ ഓരോ പീസ് എടുത്തിട്ട് ഓരോ പീസിലും ഇങ്ങനെ മസാല പുരട്ടി കൊടുക്കേണ്ടതാണ്. ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വെളിച്ചെണ്ണയിലോട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടതാണ്. നമ്മൾ ലെഗ് പീസ് തന്നെ നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട് ഫ്രൈ ആവാനായിട്ട്. അപ്പൊ ഇത് നമുക്കിനി ഈ 4 പീസും അതേപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ്. ചിക്കൻ ഫ്രൈ തയ്യാറായിരിക്കുകയാണ്. നമ്മൾ ലെഗ് പീസ് നോക്കി തന്നെ നമ്മൾ 4 ചിക്കൻ പീസ് നമ്മൾ തയ്യാറാക്കിയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ ഞങ്ങൾ കാണിച്ചതാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമന്റ് ബോക്സ് ഇടണം. അപ്പൊ ഗൈസ്, നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, നല്ല രീതിയിലാണ് ഞാൻ കുക്ക് ചെയ്തത് ഗൈസ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പം ഗൈസ്, അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.